വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. മോഷൻ ആൻഡ് ഫോഴ്സ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് രണ്ടാമത്തെ ക്ലാസ്സാണ്. സോ ആദ്യമായി ക്ലാസ് കാണുന്നവർ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുവഴി നിങ്ങൾക്ക് മുന്നത്തെ ക്ലാസ്സുകൾ കാണാം. അതുപോലെ ഈ പറയുന്ന PDF നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. പറ്റാത്തവർക്ക് മാത്രം എന്ത് ചെയ്യാം, വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാം. പക്ഷേ സമയമെടുക്കും നോട്ട് കിട്ടാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. നമ്മൾ എന്തൊക്കെ ഇതുവരെ പഠിച്ചത്, മോഷൻ എന്നാൽ എന്താണെന്നും അല്ലേ, മോഷനിലെ ഡിസ്റ്റൻസ് എന്താണ്, സ്പീഡ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചു നിർത്തിയത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും എന്നാൽ എന്താണെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എന്താണ് യൂണിഫോം സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂണിഫോം എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഒരുപോലെ എന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഇതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതാ ഇവിടെ നിൽക്കുക, നിങ്ങളൊരു സ്ഥലത്ത് നിൽക്കുക. നിങ്ങൾ 5 മിനിറ്റ് സമയം കൊണ്ട് 1 കിലോമീറ്റർ നടന്നു. അടുത്ത 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, 1 കിലോമീറ്റർ നടന്നു. ഓക്കെ, അടുത്ത 5 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, വീണ്ടും 1 കിലോമീറ്റർ നടന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഓരോ 5 മിനിറ്റിലും നിങ്ങൾ ഓരോ കിലോമീറ്റർ വെച്ച് നടന്നു. ഓരോ 5 മിനിറ്റിലും നിങ്ങൾ എന്ത് ചെയ്തു, ഓരോ കിലോമീറ്റർ നടന്നു. അപ്പോൾ നിങ്ങൾ നടന്ന വേഗത എന്തായിരിക്കും? ഇവിടെ ഒരേ വേഗത ആയിരിക്കുമല്ലോ. ആലോചിച്ച് നോക്കണം. ഒരേ സമയം കൊണ്ട് നിങ്ങൾ ഒരേ ദൂരം സഞ്ചരിച്ചു. ഒരേ സമയം കൊണ്ട് നിങ്ങൾ ഒരേ ദൂരം സഞ്ചരിച്ചു. അപ്പോൾ ഒരേ സമയം കൊണ്ട് നമ്മൾ ഒരേ ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ വേഗത എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം നമുക്കറിയാം സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്. സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ പറയും സാറേ ഡിസ്റ്റൻസിനെ നമ്മൾ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പീഡ് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഞാൻ എന്ത് ചെയ്തു, 5 മിനിറ്റ് സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 1 കിലോമീറ്റർ നടന്നു. 5 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, 60 ഇൻറ്റു നമുക്ക് ഒരു സെക്കൻഡ് എന്ന് വെച്ചാൽ 1 മിനിറ്റ് എന്ന് വെച്ചാൽ 60 സെക്കൻഡാണ് അല്ലേ. അപ്പോൾ 60 ഇൻറ്റു 5 30 300 ആണ് അല്ലേ. അപ്പോൾ 1/300 ആണ്. 1 കിലോമീറ്റർ ബൈ 300 ആണ്. നമുക്കറിയാം 1 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മീറ്റർ ആണ്, 1000 മീറ്റർ ആണ്. അപ്പോൾ 1000/300 0 വെട്ടുമ്പോൾ നമുക്ക് എത്ര, 10/3 എന്ന് കിട്ടും അല്ലേ. 10/3 എന്ന് വെച്ചാൽ എത്ര, 1 3 3 2 3 6 3 പ്രാവശ്യം 9 അല്ലേ. അപ്പോൾ 3.3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ വേഗത. അടുത്ത സമയം പോയി, അടുത്ത സെക്കൻഡ് നോക്കി, അടുത്ത് നമുക്ക് മാറ്റമല്ലോ ഉണ്ടോ? ഇല്ല. അടുത്ത് എന്ത് തന്നെയാണ്, ദൂരം എത്രയാണ്, 1 കിലോമീറ്റർ അഥവാ 1000 മീറ്റർ. എത്ര ദൂരം, സമയം മാറ്റില്ല, 300 സെക്കൻഡ്. അവിടെ നമുക്ക് എത്ര കിട്ടും, 3.3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ ഈ കിലോമീറ്റർ എന്ന് പറയാതെ മീറ്റർ എന്ന് പറഞ്ഞാൽ ഈസി ആയില്ലേ? എടാ കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ യൂണിറ്റ് കൺവേർഷൻ പഠിച്ചതാണ്. എടാ അതൊന്നുകൂടി ഓർക്കാനാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവിടെ കിലോമീറ്റർ ഇട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് കൺവേർഷൻ കൂടി ഇവിടെ എന്ത് ചെയ്തത് പറഞ്ഞത്. കേട്ടോ, മനസ്സിലായല്ലോ. നമ്മളെപ്പോഴും പണ്ട് പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടിയൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ മറന്നുപോയെങ്കിൽ നേരെ പോയിട്ട് ആ യൂണിറ്റ് കൺവേർഷനൊക്കെ ഒന്ന് പഠിച്ചോ. അപ്പോൾ രണ്ട് സമയത്തും നമ്മുടെ വേഗത എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഒരേ ദൂരം ഒരേ സമയം കൊണ്ട് സഞ്ചരിക്കുകയാണ്, ഒരേ ദൂരം ഒരേ സമയം കൊണ്ട് സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ആ ഒബ്ജക്റ്റ് സഞ്ചരിക്കുന്ന എന്തിലാണ്, യൂണിഫോം സ്പീഡിലാണെന്ന് പറയാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. എന്താണ്, ഒബ്ജക്റ്റ് ട്രാവൽ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം, ദെൻ ദ ഒബ്ജക്റ്റ് ഈസ് സെറ്റ് ടു ബിഹേവ് ഇൻ യൂണിഫോം സ്പീഡ്. അപ്പോൾ എന്തായിരിക്കും നോൺ യൂണിഫോം എന്ന് വെച്ചാൽ, ഒരേ സമയത്തിന് മാറ്റമൊന്നുമില്ല, പക്ഷേ അൺഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും സഞ്ചരിക്കുന്നത്. എന്തായിരിക്കും, അൺഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും സഞ്ചരിക്കുന്നത്. അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ സഞ്ചരിച്ച എത്രയാണ്, 1 കിലോമീറ്റർ. അടുത്ത 5 കിലോമീറ്റർ കൊണ്ട് സഞ്ചരിച്ച എത്രയായിരിക്കും, 1.2 കിലോമീറ്റർ. എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സഞ്ചരിച്ച എന്തിലല്ല, ഒരേ സ്പീഡിലല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയാനായിട്ട് പറ്റും. സെറ്റാണ്. അപ്പോൾ യൂണിഫോം സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. നോൺ യൂണിഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം എന്ന് പറയാൻ പറ്റും. കിളികൾ പറക്കുന്നത്, മനുഷ്യർ നടക്കുന്നത്, ബോൾ ഉരുളുന്നതൊക്കെ പലപ്പോഴും എന്തിലായിരിക്കും, നോൺ യൂണിഫോം സ്പീഡിലായിരിക്കും. ഈ ഒരു എക്സാമ്പിൾ പറയുന്നതിനേക്കാളും ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആയിരിക്കും കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നുന്നു. സോ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് ഈക്വൽ ദൂരമാണ്, ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിലെങ്കിൽ നമുക്ക് എന്ത് പറയാടാ, നമുക്ക് യൂണിഫോം സ്പീഡെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ സ്പീഡിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ വണ്ടിയൊക്കെ ഭാവിയിൽ ഓടിക്കാനുള്ളവരാണ്. അപ്പോൾ എന്താണ്, നമ്മൾ റോഡൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, സ്പീഡ് എടുക്കാനായിട്ട്. ആവശ്യമില്ലാതെ ഓവർ സ്പീഡും കെയർലെസ്സുമായിട്ട് വണ്ടി ഓടിക്കരുത്. ട്രാഫിക് നിയമങ്ങൾ എന്ത് ചെയ്യണം, പാലിക്കണം. സ്പീഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും സ്പീഡെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ആൺകുട്ടിയൊക്കെ എന്തായിരിക്കും, ബൈക്കിൽ പറക്കുന്നതായിരിക്കും അല്ലേ. ബൈക്കിൽ നമ്മുടെ RC-യിലും അതുപോലെ നിഞ്ച അങ്ങനെ കുറേ ബൈക്കുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പറക്കുന്നതായിരിക്കും. അപ്പോൾ ഭാവി നിങ്ങൾ ഇപ്പോൾ ഓടിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിച്ചകത്തിടും. വലുതായിട്ട് 18 വയസ്സ് കഴിഞ്ഞിട്ട് ലൈസൻസൊക്കെ എടുത്തിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഓവർ സ്പീഡിൽ പോകരുത്.
ഓക്കെ, ഓവർ സ്പീഡ് ഒരിക്കലും നല്ലൊരു കാര്യം അല്ല. ഓവർ സ്പീഡിൽ പോകുന്നത് മാസമാണെന്നൊന്നും വിചാരിച്ച് വെക്കരുത്. അത് മാസമല്ല, അത് മണ്ടത്തനമാണ്. ഓക്കെ, കുറേ എണ്ണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടല്ലോ അല്ലേ, റൈഡർ കണ്ണാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ബൈക്കിൽ ഹെൽമെറ്റൊക്കെ വയ്ക്കാതെ പോകുന്ന കാര്യമൊന്നുമില്ല. വീണ് കിടന്നാൽ ആരും നോക്കാൻ ഉണ്ടാകത്തില്ല. അത് ഓർത്ത് വെച്ചോ. നമ്മൾ അതോടുകൂടി മോഷൻ തീർക്കുക. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ഫോഴ്സിനെ പറ്റിയിട്ട്. വെറുതെ പാർട്ടുകൾ കൂടി ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ ഫോഴ്സും കൂടി അങ്ങ് പഠിപ്പിക്കുകയാണ്. എന്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഇത് നമ്മൾ ദൈവത്തിനെ പോലെയാണ്. കാണാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല അനുഭവങ്ങളിലൂടെയും അതുണ്ട് എന്ന് പറയാനായിട്ട് പറ്റും അല്ലേ? അതുപോലെയാണ് ഫോഴ്സ്. ഫോഴ്സ് നമുക്ക് കാണാൻ പറ്റത്തില്ല, അറിയാൻ പറ്റും. നിങ്ങളുടെ ടീച്ചർ മാർക്ക് കുറഞ്ഞു, ഒരു വടിയെടുത്തു, നേരെ കൊണ്ട് നിങ്ങൾ കയ്യിലിട്ടൊരു തട്ട് തന്നു. ആ ഫോഴ്സ് നിങ്ങൾ കയ്യിൽ അറിയും, നല്ല വേദനയായിരിക്കും അല്ലേ? അപ്പോൾ ഇതാ ഫോഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളൊരു സാധനം എടുക്കുന്നു, നിങ്ങൾ പോയിട്ട് ഒരു 2 കിലോ ഉള്ള ഒരു ബോട്ടിൽ എടുക്കുന്നു, ചുമ്മാ എടുക്കാൻ പറ്റും. നേരെ പോയിട്ട് 15 കിലോ ഉള്ള സാധനം പൊക്കാൻ പറ്റുന്നു, നിങ്ങൾ കുറച്ചധികം ഫോഴ്സ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ പൊങ്ങത്തുമില്ല. അപ്പോൾ എന്താ ഫോഴ്സ് എന്ന് വെച്ചാൽ, നമുക്ക് ഫോഴ്സ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല, പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമുക്കത് കൊടുക്കാനും പറ്റും. എങ്ങനെ കൊടുക്കാൻ പറ്റും? ഇവിടെ ഈ കാണുന്ന ആൾ എന്ത് ചെയ്യാണ്? ഈ ഒരു സാധനത്തിന് വലിച്ചുകൊണ്ട് പോവുകയാണ് അല്ലേ? വലിച്ചുകൊണ്ട് പോകുന്നതിന് നമ്മൾ എന്താണ്? പുള്ളെന്നല്ലേ ഇംഗ്ലീഷിൽ പറയുന്നത്. ഇവിടെയാണെങ്കിൽ ഇയാൾ കാറിനെ തള്ളുകയാണ് അല്ലേ? തള്ളുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? പുഷ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ 2 കേസിൽ ഇവരെന്താ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും അവർ രണ്ടുപേരും ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ? ഒരാൾ പുള്ള് ചെയ്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഒരാൾ എന്ത് ചെയ്യുന്നു? പുഷ് ചെയ്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഇവിടെയും ഈ പയ്യൻ എന്ത് ചെയ്യുന്നു? പുഷ് ചെയ്യുന്നു. ഇവിടെ ഒരാൾ എന്ത് ചെയ്യുന്നു? പുള്ള് ചെയ്യുന്നു. അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളത് ഉണ്ടാക്കുന്നത് എന്തിലൂടെയാണ്? 2 കാര്യങ്ങളിലൂടെയാണ്. ഒന്നുകിൽ നമ്മൾ പുഷ് ചെയ്ത് നമുക്ക് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പുള്ള് ചെയ്ത് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നത്? ഇത് ഇവിടെ ഇരിക്കുന്ന ഈ പറയുന്ന വണ്ടി ഉരുണ്ടു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ചലനം ഉണ്ടാവുകയാണ്. ഇവിടെയും അതിൻ്റെ സ്ഥാനത്തിന് എന്ത് വരികയാണ്? ചലനം വരികയാണ്. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുകയാണോ? നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമുക്കതിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യാൻ സാധിക്കും? ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ മാത്രമാണോ പറ്റുന്നത്? അല്ല. നമ്മൾ ദേഷ്യം വരുമ്പോൾ പറയാറുണ്ട് അല്ലേ, അടിച്ചതിൻ്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളയും. അപ്പോൾ അടിച്ചതിൻ്റെ ഷേപ്പ് മാറ്റുമ്പോൾ അടിയെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സാണ്. അപ്പോൾ ഫോഴ്സ് കൊടുത്ത ഷേപ്പ് മാറുമോ? നല്ല അടി കിട്ടിക്കഴിഞ്ഞ് ചിലപ്പോൾ എന്ത് ചെയ്യും? ഷേപ്പ് മാറിയെന്ന് വരും. ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ പാവം ചപ്പാത്തി മാവിൽ നമ്മൾ ഫോഴ്സ് കൊടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഷേപ്പ് മാറി വട്ടത്തിലായിട്ട് മാറും അല്ലേ? ഈ പറയുന്ന സാധനം കണ്ടോ, ഇതെന്താ ചെയ്തേ? പറന്നു വരുന്ന ബോളിനും ഗോൾ കീപ്പർ എന്ത് ചെയ്തേക്കാണ്? തടഞ്ഞു നിർത്തിയേക്കാണ്. അപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നൊരു ഒബ്ജക്റ്റിന് റെസ്റ്റിൽ കൊണ്ടുവരാൻ പറ്റും. നേരത്തെ ഇവിടെ പറഞ്ഞു, റെസ്റ്റിലിരുന്ന കംപ്ലൈൻ്റ് ആയ കാരണം തള്ളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചേഞ്ച് ചെയ്യിക്കാൻ പറ്റും? ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ ആർക്ക് സാധിക്കും? ഫോഴ്സിന് സാധിക്കും. എന്നാൽ ഇത്രയും നേരമായിട്ട് പറയല്ലേ സാറേ, പിന്നെ എന്തുവായി ഫോഴ്സ് എന്ന് വെച്ചാൽ? അതുകൊണ്ട് ഫുട്ബോൾ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന ബോളിനെ ഒറ്റ കിക്ക് പോകുന്നു, ഗോൾ പോവും. ഷട്ടിൽ കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യും? അതിനെ തട്ടിക്കളിക്കും അല്ലേ? തട്ടിക്കളിക്കുമ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുക്കും. അപ്പോൾ റൈറ്റ് ദ ഡെഫിനിഷൻ ഓഫ് ഫോഴ്സ്. ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞേക്കാം നിങ്ങളടുത്ത് ഫോഴ്സിന് ഡെഫിനിഷൻ പറയാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞിട്ടെ ഫോഴ്സ് എന്താണെന്ന്. ഫോഴ്സ് ഈസ് എ പുഷ് ഓർ പുൾ ഓൺ ആൻ ഒബ്ജക്റ്റ്. തീരുന്നില്ല, ഇത്രയും പറഞ്ഞാൽ പോരെ. എന്താ ഫോഴ്സ് എന്ന് വെച്ചാൽ? ഫോഴ്സ് ഈസ് എ പുഷ് ഓർ പുൾ ഓൺ ആൻ ഒബ്ജക്റ്റ്. കാര്യമില്ല. ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോഴാണ് ഡെഫിനിഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഫോഴ്സ് എന്താണ്? നമ്മളൊരു പുഷിലൂടെയോ പുള്ളിലൂടെയോ ഫോഴ്സ് കൊടുക്കും. മെയിനായിട്ട് ഈ 2 വഴികളാണ് ഉള്ളത്. പക്ഷേ ഫോഴ്സ് എന്ത് ചെയ്യും? ഫോഴ്സ് ക്യാൻ മൂവ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. അനങ്ങാതിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റും. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ സ്പീഡിനെ ചേഞ്ച് ചെയ്യിക്കാൻ പറ്റും, അതിൻ്റെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്? ഷേപ്പ് ചേഞ്ച് ചെയ്യിപ്പിക്കാൻ ആർക്ക് പറ്റും? ഫോഴ്സിന് പറ്റും. ഓക്കെ, പറ്റുമോ? ആലോചിച്ച് നോക്കിയേ. റെസ്റ്റിലിരിക്കുന്ന ഒരു വണ്ടി നമ്മളതിനെ എന്ത് ചെയ്തു? പുഷ് ചെയ്തു, അത് മൂവ് ചെയ്യും. അപ്പോൾ സ്റ്റേഷനറി ആയ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ പറ്റും. ഒരു ഫുട്ബോളിന് നമ്മളൊരു കിക്ക് കൊടുക്കുന്നു, ആ ബോൾ ഉരുണ്ട് പോകുന്നു. സ്റ്റേഷനറി ആയിരിക്കുന്ന ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യിക്കാൻ പറ്റും. സ്റ്റോപ്പ് എ മൂവിങ് ഒബ്ജക്റ്റ് എന്താണ്? പറന്നു വരുന്ന സ്പീഡിൽ വരുന്ന ബോളിനെ ഗോൾ കീപ്പർ എന്ത് ചെയ്യുന്നു? കൈവച്ച് തടഞ്ഞു നിർത്തുന്നു. എന്തിന് എക്സാമ്പിൾ? മൂവ് ചെയ്ത ഒബ്ജക്റ്റിനെ റെസ്റ്റിലിരിക്കുന്ന എക്സാമ്പിൾ. ചേഞ്ച് ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. പണ്ട് നിങ്ങൾക്കറിയുമോ അറിയില്ല, പണ്ട് ഞാനൊക്കെ വെച്ചായിരുന്നപ്പോൾ ഈ സൈക്കിൾ ടയറൊക്കെ പഞ്ചറായി കഴിയുമ്പോൾ ടയർ കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു കമ്പ് കൊണ്ട് ഇങ്ങനെ തട്ടിപ്പോവും. അപ്പോൾ ഓരോ തട്ടി കൊടുക്കുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ഫോഴ്സാണ്. നല്ല സ്പീഡ് തട്ടിയാൽ എന്ത് പറ്റും? ടയറിൻ്റെ വേഗത എന്ത് ചെയ്യും? ഉരുണ്ടങ്ങ് പോവും. അപ്പോൾ എന്താണ്? സ്പീഡ് മാറ്റിക്കാൻ പറ്റും. ഇനി
ആ പൊക്കോണ്ടിരിക്കുന്ന സൈക്കിൾ ടയറിനെ ഒന്ന് തിരിക്കണം. നമ്മൾ ഇടത്തോട്ടൊരു തട്ട് കൊടുത്താൽ അത് വലത്തോട്ട് തിരിയും, വലത്തിൽ നിന്ന് തട്ട് എന്ത് ചെയ്യും, ഇടത്തോട്ട് തിരിയും. അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും ഫോഴ്സിലൂടെ. മാത്രമല്ല ചപ്പാത്തി അടിച്ച് ഷേപ്പ് മാറ്റാൻ നമുക്ക് എന്ത് പറ്റും, ഫോഴ്സിലൂടെ പറ്റും. അപ്പോൾ എന്താ ഫോഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും സാറേ? ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാനും കേൾക്കാനും ഒന്നും പറ്റത്തില്ല, പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ പുഷും പുള്ളിലൂടെയാണ് ഫോഴ്സ് കൊടുക്കുന്നത്. ഫോഴ്സിലൂടെ നമുക്കൊരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും, മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇനി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ സ്പീഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്യിപ്പിക്കാനും ഫോഴ്സ് കൊണ്ട് പറ്റും. അതുപോലെ ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ ആർക്ക് പറ്റും? ഫോഴ്സിന് പറ്റും. ഫോഴ്സ് അപ്പോൾ 2 തരത്തിലാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന്, ഇവിടുത്തെ എക്സാമ്പിൾ നമുക്ക് പറയാം. ഇവിടെ കണ്ട ഒരു കാന്തം ഈ പറയുന്ന പിന്നിനെ അട്രാക്റ്റ് ചെയ്യുകയാണ്. പക്ഷെ കാന്തവും പിന്നും തമ്മിൽ ഇവിടെ ഒരു ടച്ചിങ്ങും ഇല്ല. ഉണ്ടോ? ഇല്ല. മാവിൽ നിന്ന് ഞെട്ടറ്റ് വീണ മാങ്ങ താഴേക്ക് വീഴുകയാണ്. പക്ഷെ ആരാ ഇവിടെ നിന്ന് താഴോട്ട് വലിക്കുന്നത്? അപ്പോൾ നിങ്ങൾ പറയും ആ വലിക്കുന്ന ആരാണ്? അത് നമ്മുടെ ഗ്രാവിറ്റിയാണ്, അല്ലെ? ഭൂഗുരുത്വാകർഷണമാണ്. ന്യൂട്ടൻ്റെ തലയിൽ വീണ ആപ്പിളാണ്, അല്ലേ? ആപ്പിള് ഈ പറയുന്ന കാരണം കൊണ്ട് താഴോട്ട് വീണു. പക്ഷേ ഭൂമിയും ഈ ആപ്പിളുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന മാങ്ങയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ഇവിടെ ആണി നമ്മൾ അടിക്കുന്നു, പക്ഷേ ഇവിടെ കോണ്ടാക്റ്റ് ഉണ്ട്, അല്ലേ? ഈ ഹാമർ വന്ന് ആണി തൊട്ടാലേ ആണി പോകത്തുള്ളൂ. അതായത് ഇങ്ങനെ ഹാമറിന് ഇങ്ങനെ 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 തൊടാതെ കാണിച്ചാൽ ഹാമർ കൊള്ളുമോ, അല്ലെങ്കിൽ ആണി താഴോ? ഇല്ല. അപ്പോൾ ഇവിടെ കോണ്ടാക്റ്റ് ഉണ്ട്, ഇവിടെ എന്തില്ല? കോണ്ടാക്റ്റ് ഇല്ല, ഇവിടെയും കോണ്ടാക്റ്റ് ഇല്ല. പക്ഷേ ഫോഴ്സ് അപ്ലൈ ആവുന്നുണ്ട്, അല്ലേ? ഇവിടെ എന്തുണ്ട്? ഇവിടെ എന്താണ്? കാറ്റടിക്കുന്നു, കാറ്റ് വന്നിട്ട് തൊടുന്നതുകൊണ്ടാണ് കോണ്ടാക്റ്റ് ഉണ്ട്. വെള്ളത്തിൽ കൂടെ നീന്തുന്നു, വെള്ളത്തിൽ നമ്മൾ ഫോഴ്സ് കൊടുത്ത് ഇങ്ങനെ അടിക്കുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്, അവിടെ കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ ഫോഴ്സിനെ നമുക്ക് എത്രയായിട്ട് തിരിക്കാടാ? 2 ആയിട്ട് തിരിക്കാം. ഓക്കെ, കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും. കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും. സോ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് വെൻ ഒബ്ജക്റ്റ് കംസ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ഈസ് കോൾഡ് കോണ്ടാക്ട് ഫോഴ്സ്. പരസ്പരം ടച്ച് ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഫോഴ്സ് കോണ്ടാക്ട് ഫോഴ്സ്. എക്സാമ്പിളാണ് നമ്മുടെ മസ്കുലാർ ഫോഴ്സ്, നമ്മൾ മെഷീനൊക്കെ ഉപയോഗിക്കുന്നു, ആണിയടിക്കുന്നു. ഫ്രിക്ഷണൽ ഫോഴ്സ്, അല്ലെ? ഫ്രിക്ഷൻ, ഘർഷണം, ഒരഞ്ഞു പോകുന്ന ഫോഴ്സ് വേണം. അപ്പോൾ എന്താ നോൺ കോണ്ടാക്റ്റ്? നമ്മുടെ ഗുരുത്വാകർഷണം, കാന്തികം, മാഗ്നറ്റ്, അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതായത് ഇലക്ട്രിക്കൽ ഫീൽഡ് കാരണം ഉണ്ടാകുന്നത്. ഇതൊക്കെ എന്താണ്? പരസ്പരം ടച്ച് ചെയ്യാതെ അപ്ലൈ ആവുന്ന ഫോഴ്സുകളാണ്. അപ്പോൾ നോൺ കോണ്ടാക്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ദ ഫോഴ്സ് അഫക്റ്റഡ് വെൻ ദർ ഈസ് നോ കോണ്ടാക്ട് വിത്ത് ദ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അങ്ങനെ ഫോഴ്സുകൾ എത്ര ടൈപ്പ്? 2 ടൈപ്പ് ഉണ്ട്. ഇതൊക്കെയാണ് കോണ്ടാക്ട്, നോൺ കോണ്ടാക്ട്. ടേബിൾ ഫില്ല് ചെയ്യണ്ടല്ലോ, ഞാൻ മുകളിൽ നിന്ന് പറഞ്ഞ എക്സാമ്പിൾ മതിയാവുമല്ലോ. അപ്പോൾ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും എപ്പോൾ? വെൻ ഒബ്ജക്റ്റ് കംസ് ഇൻ കോണ്ടാക്ട് ആണെങ്കിൽ അത് കോണ്ടാക്ട് ഫോഴ്സ്, കോണ്ടാക്ട് അല്ലെങ്കിൽ അത് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. സെറ്റ്, തീർന്നു. അപ്പോൾ പിന്നെ അവിടെ ആരായിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആപ്പിൾ തലയിൽ വീണ പുള്ളിക്കാരനായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് സർ ഐസക് ന്യൂട്ടൺ. ഫോഴ്സ് അളക്കാനായിട്ട് ആദ്യമായിട്ടൊരു ഇക്വേഷൻ F=ma കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ ന്യൂട്ടൻ്റെ 2ാം ചലന നിയമത്തിൽ നിന്നാണ്. അതുകൊണ്ട് അതിൻ്റെ സ്മരണാർത്ഥം നമ്മൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആയിട്ട് ആരെ പേര് കൊടുത്തു? ന്യൂട്ടൻ്റെ പേര് കൊടുത്തു. അപ്പോൾ യൂണിറ്റ് ഓഫ് ഫോഴ്സ് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ പറയണം സാറേ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ന്യൂട്ടനാണ്. പക്ഷേ ന്യൂട്ടൺ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? സ്മോൾ n വെച്ചിട്ടാണോ? അല്ല. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, വ്യക്തികളുടെ പേര് യൂണിറ്റ് ആയിട്ട് വന്നാൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കണം. സോ ന്യൂട്ടൺ എന്ന് എഴുതുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ N ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? ന്യൂട്ടൺ. പഠിച്ച പോയിന്റുകളൊന്നുകൂടി പറഞ്ഞേ. എന്താണ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒബ്ജക്റ്റിൽ ഒരു പുഷിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു പുള്ളിൻ്റെ രൂപത്തിലോ നമുക്ക് കൊടുക്കാം. ഫോഴ്സ് എന്ത് ചെയ്യും? മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും ഒബ്ജക്റ്റിന്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിനെ നമുക്ക് റെസ്റ്റിൽ കൊണ്ടുവരാൻ പറ്റും. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കൂട്ടാനും അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യിക്കാനും നമുക്ക് പറ്റും. ആയിക്കോട്ടെ. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് അടിച്ച് മാറ്റാനും നമുക്ക് എന്തിനുകൊണ്ട് പറ്റും? ഫോഴ്സ് കൊണ്ട് പറ്റും. ഈ ഫോഴ്സ് എത്ര തരത്തിലാണ് ഉള്ളത്? ഫോഴ്സ് 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സും മറ്റൊന്ന് നോൺ കോണ്ടാക്ട് ഫോഴ്സും. ഒബ്ജക്റ്റുകൾ പരസ്പരം തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഫോഴ്സ് കോണ്ടാക്ട് ഫോഴ്സ്. നമ്മൾ മെഷീനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മസ്കുലാർ ഫോഴ്സും ഫ്രിക്ഷനും ഉദാഹരണം. ടച്ച് ചെയ്യാതെ ഉണ്ടായാൽ അത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, മാഗ്നറ്റിക്, ഇലക്ട്രോസ്റ്റാറ്റിക്, ഇതൊക്കെ എന്താണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് പറ. ന്യൂട്ടൺ ആണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്. ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ N. ഓക്കെ ആണ്, സെറ്റാണ്, സംശയമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്തിലോട്ട് പോകാമല്ലോ, ഫ്രിക്ഷണൽ ഫോഴ്സിലോട്ട് പോകാമല്ലോ. എന്താണ് ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? അത് ഈ എക്സാമ്പിളിനൊന്നും ആവശ്യമില്ല, പഠിക്കുന്ന നിങ്ങൾക്ക് ഫ്രിക്ഷനൊക്കെ എന്താണെന്ന് അറിയാം, അല്ലേ? ഉരയുന്ന ഫോഴ്സാണ്, അല്ലേ? ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ മുകളിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന മൂവ്മെൻറ്റിനെ തടയുന്ന ഒരു ഫോഴ്സാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? എന്തെന്ന് പറയുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഡെഫിനിഷൻ പറഞ്ഞ എന്താ ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഫ്രിക്ഷൻ ഈസ് എ ഫോഴ്സ് ദാറ്റ് ഒപ്പോസസ് മോഷൻ. മൂവ്മെൻറ്റിനെ തടയുന്ന ഫോഴ്സാണ് ഫ്രിക്ഷൻ.
എപ്പോഴാണ് ഉണ്ടാവുന്നത്? വെൻ വൺ സർഫസ് മൂവ്സ് ഓർ ട്രൈസ് ടു മൂവ്സ് ഓർ അനദർ, അല്ലേ? ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ കൂടെ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവർക്കിടയിൽ ഉണ്ടാകുന്നതാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ നോക്കിയേ, പറഞ്ഞേ. വെൻ എ സർഫസ് moves or tries to move over another surface, a parallel force is produced between them against the relative motion. This is called frictional force. കുറച്ച് വിശദമായി പറയാം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിനൂടെ മൂവ് ചെയ്യുമ്പോൾ ഇവർക്കിടയിലായിട്ട് ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ഈ ഫോഴ്സാണ് എന്തെന്ന് പറയുന്നത്? ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അത് ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാൻ നോക്കും? തടയാനായിട്ട് നോക്കും. അതിൻ്റെ മൂവ്മെൻറ്റിനെ തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിക്കും. ഈ ഫ്രിക്ഷൻ 2 തരത്തിലുണ്ട്. ഇവിടെ നോക്കടാ, ഇവിടെ നമ്മളിങ്ങനെ വരച്ചുകൊണ്ട് പോകുന്നതിന് നമ്മൾ ഇംഗ്ലീഷ് എന്തെന്നാ വിളിക്കുന്നത്? സ്ലൈഡിങ് എന്നാ വിളിക്കുന്നത്, അല്ലേ? സ്ലൈഡ് ചെയ്ത് പോവുക. ഇവിടെ ആണെങ്കിൽ എന്താ പോകുന്നത്? ഉരുണ്ട് പോവുക. നമ്മളതിന് ഇംഗ്ലീഷ് എന്താ വിളിക്കുന്നത്? റോളിങ് എന്നാ വിളിക്കുന്നത്, അല്ലേ? എന്താ വിളിക്കുന്നത്? റോളിങ്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ഫ്രിക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ എവിടെയാണ് കൂടുതൽ? നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടെയാണ് എന്ത് കൂടുതൽ? ഫ്രിക്ഷൻ കൂടുതൽ, ഇവിടെ ഫ്രിക്ഷൻ കുറവ്. അപ്പോൾ ഫ്രിക്ഷൻ നമുക്ക് 2ആയിട്ട് തിരിക്കാം. സ്ലൈഡിങ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും. ഏതൊക്കെയാണ്? സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും. ഉരുളുമ്പോൾ ഉണ്ടാകുന്നത് ഉരുളുന്ന ഫ്രിക്ഷൻ, ഉരയുമ്പോൾ അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്നത് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഇതിലാണെങ്കിൽ ആർക്കാ ഫ്രിക്ഷൻ കൂടുതലെന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ണും പൂട്ടി പറഞ്ഞുകൊണ്ടേ സാറേ സ്ലൈഡിങ്ങിലാണ് കൂടുതൽ. അതുകൊണ്ടല്ലേ നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? വീല് കണ്ടുപിടിച്ചത്. ബുദ്ധിയുള്ള മനുഷ്യർ എന്ത് കണ്ടുപിടിച്ചു? വീല് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് സാധനങ്ങൾ ഈസിയായിട്ട് ഉരുട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. സോ ഒരു ഹെവി ബോക്സ് നമ്മൾ എന്ത് ചെയ്യാൻ ഇങ്ങനെ ഉരുട്ടുന്ന സമയത്ത് മോർ ഫ്രിക്ഷൻ ഉണ്ടാകുന്നത് എപ്പോഴും എന്തിലായിരിക്കും? സ്ലൈഡിങ്ങിലായിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ നമ്മൾ എന്ത് വിളിക്കും? ഇവിടെ സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് വിളിക്കും. മറ്റതിന് നമ്മൾ എന്ത് വിളിക്കും? റോളിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ പറ, ഫ്രിക്ഷൻ എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് 2 ടൈപ്പ്? സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എപ്പോഴാണ് ഉണ്ടാകുന്നത്? വെൻ വൺ ഒബ്ജക്റ്റ് സ്ലൈഡ് ഓവർ ദ അതർ. ബോക്സ് ഫ്ലോറിലുള്ളത് എക്സാമ്പിൾ എന്തായിരിക്കും? ഗ്രേറ്റർ ദ റോളിംഗ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കൂടുതൽ എവിടെയായിരിക്കും? റോളിങ്ങിലായിരിക്കും. അപ്പോൾ എന്താ സ്ലൈഡിംഗ് എന്ന് വെച്ചാൽ സ്ലൈഡിങ്ങിലായിരിക്കും. അപ്പോൾ എന്താ റോളിംഗ് എന്ന് വെച്ചാൽ വെൻ ആൻ ഒബ്ജക്റ്റ് റോൾ ഓവർ ദ സർഫസ്, അല്ലെ? ബോക്സ് ട്രോളിയിലുള്ള എക്സാമ്പിൾ എന്തായിരിക്കും? ഫ്രിക്ഷൻ ഇവിടെ കുറവായിരിക്കും. കുറവായിരിക്കും. സെറ്റായി, തീർന്നു. ഫ്രിക്ഷൻ തീർന്നു. ചാപ്റ്ററിൻ്റെ അവസാനം എത്തി. ഫ്രിക്ഷൻ ഇൻ ഡെയിലി ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എവിടെയൊക്കെ ഫ്രിക്ഷൻ ഉപയോഗിക്കും? തീപ്പെട്ടി കോല് വെച്ച് നമ്മൾ ഈ പറയുന്ന മാച്ച് ബോക്സിൽ ഉരയ്ക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എന്താ? ഫ്രിക്ഷനാണ്. ഈ ഫ്രിക്ഷൻ കാരണം ഇവിടെ എന്തുണ്ടാവും? ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റ് കാരണം മാച്ച് ബോക്സ് കത്തുന്നത്. ഒരു ഗ്ലാസ് നമ്മളിങ്ങനെ പിടിച്ചു വെക്കണമെങ്കിൽ നമ്മുടെ വിരലും ഇതും തമ്മിൽ എന്ത് വേണം? ഫ്രിക്ഷൻ വേണം, അല്ലേ? അതാ ചിലപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും? വഴുതി പോകും, ഫ്രിക്ഷൻ കുറയുമ്പോഴാണ്. ടയർ ഇങ്ങനെ റോഡിലൂടെ ഉരുണ്ട് പോകണമെങ്കിൽ ടയറിൽ ഗ്രിപ്പ് വേണം, അല്ലെങ്കിൽ എന്ത് പറ്റും? പണി കിട്ടും. ആണോ അല്ലേ? ഇതാ ഇവിടെ കണ്ടോ, ഈ പാരച്യൂട്ട് ഈ പറയുന്ന കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് ഈ പാരച്യൂട്ട് എന്ത് ചെയ്യുന്നത്? പതുക്കെ ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ പൊത്തോന്ന് താഴെ വന്ന് വീടാൻ. അപ്പോൾ ഫ്രിക്ഷൻ നല്ലതാണോ? തീർച്ചയായിട്ടും ഫ്രിക്ഷൻ നല്ലതാണ്. നമ്മൾ തന്നെ നെസസറി ഈവിൽ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? നെസസറി ഈവിൽ എന്ന് വെച്ചാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്നാൽ നമുക്ക് ദോഷം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്? ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രിക്ഷൻ നെസസറി ആവുന്ന എപ്പോഴൊക്കെയാണ്? അതായത് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. നമ്മളൊരു ഒബ്ജക്റ്റിനെ പിടിച്ചു വയ്ക്കണമെങ്കിൽ, അല്ലേ? നമുക്ക് തെന്നി വീഴാതെ നടക്കണമെങ്കിൽ, നമ്മൾ നടന്നു പോകുമ്പോൾ കുറച്ച് ഓയിൽ കിടന്നാൽ എന്ത് പറ്റും? ഓയിൽ ചവിട്ടുമ്പോൾ ഫ്രിക്ഷൻ കുറയും, അപ്പോഴാണ് നമ്മൾ ചിറക്കി വീഴുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് നന്നായിട്ട് നടക്കണമെങ്കിൽ, വണ്ടികൾ റോഡിലൂടെ ഉരുളണമെങ്കിൽ, അതുപോലെ നമ്മൾ എന്ത് പറ്റും? കൈകൾ ഉരയ്ക്കുമ്പോൾ ചൂടുണ്ടാകണമെങ്കിൽ, മാച്ച് സ്റ്റിക്ക് ലൈറ്റ് ചെയ്യണമെങ്കിൽ ഒക്കെ ഇവിടെ എന്ത് വേണം? ഇവിടെ നമുക്ക് ആര് വേണം? ഫ്രിക്ഷൻ വേണം. അപ്പോൾ ഫ്രിക്ഷൻ യൂസ്ഫുൾ ആണ്, നല്ലതാണ്, അല്ലേ? എന്നാൽ എപ്പോഴും നല്ലതാണോ? ചിലപ്പോൾ പണി തരാറുമുണ്ട്. നമ്മൾ കുറേ ദിവസം നടന്നു കഴിയുമ്പോൾ നമ്മുടെ ചെരുപ്പ് തേഞ്ഞു പോകത്തില്ലേ? കുറേ വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ ടയർ എന്ത് പറ്റും? ഒരഞ്ഞു പോകത്തില്ലേ? അല്ലേ? നമ്മൾ ഈ പറയുന്ന ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് വിയർ ആൻഡ് ടിയർ കാരണം പല സാധനങ്ങളും കമ്പോണൻറ്റുകളും പൊട്ടിപ്പോകാറില്ലേ? ഇനി ഒന്നുമില്ലെങ്കിലും പ്രായമായി കഴിയുമ്പോൾ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ പറയാറുണ്ട്, അയ്യോ മുട്ട് വേദനിച്ചിട്ട് വയ്യ. അപ്പോൾ നമ്മൾ പറയും മുട്ടിൽ തേയ്മാനമാണ്, നീ വിയറാണെന്നും, അല്ലേ? ഇപ്പോൾ പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും അല്ല കേട്ടോ, ചെറിയ പ്രായത്തിൽ വരുന്നുണ്ട്, ഇതിനെ പോലുള്ളവർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ടയർ തേഞ്ഞു പോകുന്നതും കാൽമുട്ട് തേഞ്ഞു പോകുന്നതും ഇങ്ങനെ വിയർ ആൻഡ് ടിയർ, തേഞ്ഞു പോകുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ്. അപ്പോൾ എന്താണ്? കോസസ് വിയർ ആൻഡ് ടിയർ. ടയറിലും മുട്ടിലും ഒക്കെ ബുദ്ധിമുട്ടാണ്. റെഡ്യൂസ് ദ എഫിഷ്യൻസി, അല്ലേ? ഇപ്പോൾ കാരണം നമ്മൾ ഈ ഉരുണ്ട് പോകുന്ന അല്ലെങ്കിൽ റോൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ, നിങ്ങൾ സൈക്കിളിനകത്തൊക്കെ നമ്മൾ എണ്ണയിട്ട് കൊടുക്കാറില്ലേ? ഓയിലിട്ട് കൊടുക്കാറില്ലേ? സൈക്കിൾ ചെയിനിൽ, അതുപോലെ വണ്ടിയുടെ ടയറിൻ്റെ സാധനത്തിനകത്തൊക്കെ നമ്മൾ ഓയിലിട്ട് കൊടുക്കാറില്ല. വീട്ടിലെ വിജാഗിരി ഉണ്ടല്ലോ, നമ്മൾ ഡോർ തുറക്കുമ്പോൾ വയ്ക്കുന്ന ഹിഞ്ചസ്, അതിൽ നമ്മൾ ഓയിലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കീ സൗണ്ട് കേൾക്കാറില്ലേ? ഗേറ്റ് ചിലപ്പോൾ ഈ ഉരുണ്ട് പോകുന്ന റോളിംഗ് ഗേറ്റിനകത്താണെങ്കിൽ നമ്മളിങ്ങനെ ഒരു കുറച്ച് ദിവസം ടൈറ്റ് ആവത്തില്ലേ? അപ്പോൾ നമ്മളതിനകത്ത് എണ്ണയിട്ട് കൊടുക്കത്തില്ലേ? എന്തിനാ? ഫ്രിക്ഷൻ കുറയ്ക്കാണ്. അതുകൊണ്ടെങ്കിൽ എന്ത് പറ്റും? ഒരഞ്ഞൊരഞ്ഞ് നമ്മുടെ എഫേർട്ട് കൂട്ടും. അപ്പോൾ റെഡ്യൂസസ് ദ എഫിഷ്യൻസി, അതുപോലെ വിയർ ആൻഡ് ടിയർ ഉണ്ടാക്കും. മാത്രമല്ല ആവശ്യമില്ലാത്ത ഹീറ്റും ഉണ്ടാക്കും. കൽപ്പന ചൗളയൊക്കെ ഈ പറയുന്ന ഇവിടെ ഈ പറയുന്ന ഔട്ടർ സ്പേസിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവർ മരിച്ചുപോയ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ.
അവിടുത്തെ വില്ലൻ ആരായിരുന്നു? ഈ പറയുന്ന ഫ്രിക്ഷൻ ആയിരുന്നു. ഈ സ്പേസ് ഷിപ്പൊക്കെ ഈ പറയുന്ന അന്തരീക്ഷത്തിലോട്ട് ഇങ്ങനെ വേഗത്തിൽ പോകുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തുണ്ട്? എയർ ഉണ്ട് അല്ലേ? ഈ എയറുമായിട്ട് ഇവിടെ എന്തുണ്ടാവും? ഫ്രിക്ഷൻ ഉണ്ടാവും. ഫ്രിക്ഷൻ കാരണം എന്തുണ്ടാവും? ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റ് താങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു പ്ലേറ്റ് ഇളകി പോയത് കാരണം എന്ത് പറ്റിയേ? നമ്മുടെ കൽപ്പന ചൗളയൊക്കെ എന്ത് പറ്റിയത്? മരിച്ചുപോയത്. അപ്പോൾ ഹീറ്റ് വില്ലനുമാണ്, എന്നാൽ ഉപയോഗമുള്ളതും ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാം? ഇത് ഇവിടെ നോക്കിയേ, ഒരു ഐസ് കട്ട ഞാൻ ഈ ബോക്സിൽ കൂടി ഉരുട്ടി വിട്ടു, ഒരു സാധാരണ ബ്ലോക്ക് ഞാൻ ഉരുട്ടി വിട്ടു. ഓക്കെ, അതുപോലെ എന്ത് പറ്റി? റബ്ബർ ബ്ലോക്ക് ഉരുട്ടി വിട്ടു. നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ, ഐസ് കട്ട സ്മൂത്തായിട്ട് എന്ത് ചെയ്യും? ഉരുണ്ട് വരും. ഓക്കെ, തടി കഷ്ണം തെറ്റില്ലാത്ത സ്പീഡിൽ ഉരുണ്ട് വരും. പക്ഷേ റബ്ബർ ആണെങ്കിൽ ഇവിടെ പിടിച്ചിരിക്കും. റബ്ബറിന് ഭയങ്കര അല്ലേ പിടിച്ചിരിക്കുന്നൊരു കുഴപ്പമുണ്ട്. അപ്പോൾ ഫ്രിക്ഷനെ രണ്ട് കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യുന്നു. ഒന്ന്, എന്ത് മെറ്റീരിയൽ വെച്ചാൽ അത് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ള മെറ്റീരിയൽ, അല്ലെങ്കിൽ അതിൻ്റെ സർഫസിൻ്റെ ക്വാളിറ്റി. രണ്ട്, ഇവിടെ നോക്കി, ഈ പറയുന്ന വൃത്തിയുടെ ഷേപ്പിൽ ഇരിക്കുന്നൊരു കല്ലും ഒരു സ്മൂത്ത് എഡ്ജുള്ള കല്ലും നമ്മൾ വെള്ളത്തിലൂടെ ഇട്ടു. നമുക്കറിയാൻ പറ്റും ആദ്യം താഴെ എത്തുന്ന ആരായിരിക്കും? ഈ കല്ലായിരിക്കും. കാരണം അതിൻ്റെ ഷേപ്പ് തന്നെ ഒരു പ്രത്യേക ഷേപ്പ് അല്ലേ. അപ്പോൾ വലിയ ഫ്രിക്ഷൻ ഒന്നും ഇല്ലാതെ അങ്ങ് തറയിലെത്തും. എന്നാൽ ഈ വൃത്തിയുടെ ഷേപ്പിലിരിക്കുന്ന കല്ലാണെങ്കിൽ എന്ത് പറ്റും? ഈ ഓരോ സർഫസിലും തട്ടി ഇവിടെ എന്തുണ്ടാകും? ഫ്രിക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഫ്രിക്ഷൻ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന്, എന്ത് ടൈപ്പ് സർഫസ്, നേച്ചർ ഓഫ് ദ സർഫസിനെയും, രണ്ട്, ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിനെയും ഡിപ്പെൻഡ് ചെയ്യും. കണ്ടോ, ഐസ് ബ്ലോക്ക് ആണെങ്കിൽ ഈസി ആയിട്ട് സ്ലൈഡ് ചെയ്തു, കാരണം ഫ്രിക്ഷൻ കുറവാണ്. വുഡൻ ബ്ലോക്കിലാണെങ്കിൽ ഒരു മോഡറേറ്റ്, പക്ഷേ റബ്ബറിലാകുമ്പോൾ നല്ല രീതിയിൽ ഫ്രിക്ഷൻ ഉണ്ട്, അപ്പോൾ പതുക്കെ വരത്തുള്ളൂ. അപ്പോൾ ഫ്രിക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യും. സ്മൂത്ത് സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷൻ കുറവായിരിക്കും. റഫ് സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷൻ എന്തായിരിക്കും? കൂടുതൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോളിഷ് ചെയ്ത് വയ്ക്കുന്നത് ഫ്രിക്ഷൻ കുറയ്ക്കേണ്ട സ്ഥലങ്ങളിൽ. എന്നാൽ ഫ്രിക്ഷൻ വേണ്ട സ്ഥലങ്ങൾ നമ്മൾ റഫ് ആക്കി വയ്ക്കും. ടയറിന് ഗ്രിപ്പ്, നമ്മുടെ തറ എന്ന് പറയുന്ന സർഫസ് അല്ലേ, സർഫസ് നമ്മൾ എന്താ കുറച്ച് ഗ്രിപ്പില്ലെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആണെങ്കിൽ എന്ത് പറ്റും? തെന്നി വീഴാൻ സാധ്യത കൂടുതലാണ്. മഴയത്ത് വണ്ടി ഓടിക്കുമ്പോൾ പതുക്കെ ഓടിക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്, കാരണം വെള്ളം വീണ് കിടക്കുമ്പോൾ ഫ്രിക്ഷൻ കുറയും. അപ്പോൾ സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യും. സ്മൂത്ത് ആണെങ്കിൽ ഫ്രിക്ഷൻ കുറവ്, റഫ് ആണെങ്കിൽ ഫ്രിക്ഷൻ കൂടുതൽ. മറ്റൊന്ന് എന്താ? ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലേ. ഷാർപ്പ് എഡ്ജ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. സ്മൂത്ത് ആണെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും അല്ലേ. എന്ന് വെച്ചാൽ എന്തായിരിക്കും? അങ്ങനെ കൂർത്ത് ഇങ്ങനെ വൃത്തിയുടെ ഷേപ്പ് ഇരുന്നാൽ ഓരോയിടത്തും തട്ടി ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. എന്നാൽ സ്മൂത്ത് സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷൻ അവിടെ എന്തായിരിക്കും? കുറവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഫ്രിക്ഷനെ പറ്റി പറയുന്നത്. കാരണം ഇവിടെയൊക്കെ വിശദീകരിച്ച് ഞാൻ സമയം കളയേണ്ട ആവശ്യമുണ്ടോ? വേണ്ടല്ലോ. അപ്പോൾ ഫ്രിക്ഷൻ നമുക്ക് കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കാം? ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞു അല്ലേ, ഓയിൽ ഇട്ട് കൊടുക്കും. ലൂബ്രിക്കൻ്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. എന്തുവാണ്? ലൂബ്രിക്കൻ്റ്. അപ്പോൾ ഫ്രിക്ഷൻ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് ലൂബ്രിക്കൻ്റ്. സബ്സ്റ്റൻസസ് ദാറ്റ് ഹെൽപ്പ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ കോൺടാക്റ്റിംഗ് സർഫസസ് ആർ കോൾഡ് ലൂബ്രിക്കൻ്റ്. അപ്പോൾ ലൂബ്രിക്കൻ്റ് എന്ത് കുറയ്ക്കും? ഫ്രിക്ഷൻ കുറയ്ക്കും. അപ്പോൾ എണ്ണ ഇടുന്ന മാത്രമാണോ? അല്ല. നമ്മൾ ഈ ഉരുണ്ട് പോകുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഒരു സാധനം അല്ലേ, നമ്മൾ എന്താ വിളിക്കുന്നത്? ബോൾ ബിയറിംഗ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. എന്താ വിളിക്കുന്നത്? ബോൾ ബിയറിംഗ് എന്ന് വിളിക്കും അല്ലേ. നിങ്ങൾ സൈക്കിളിലാണ് ഏറ്റവും നല്ല ഉദാഹരണം. സൈക്കിളിൻ്റെ ടയറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോൾ ബിയറിംഗ് ഉണ്ടാവും അല്ലേ. ഇത് ഇടയ്ക്കിടയ്ക്ക് ചീത്താകുമ്പോൾ നമ്മൾ സൈക്കിൾ കടയിൽ കൊടുത്ത് നന്നാക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഓയിൽ ഇട്ട് കൊടുക്കും. ഈ ബോളാകുമ്പോൾ എന്താ ഇവിടെ ഉണ്ടാകുന്ന എന്ത് ഫ്രിക്ഷനാണ്? റോളിംഗ് ഫ്രിക്ഷനാണ്. റോളിംഗ് ഫ്രിക്ഷൻ കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ്? സ്മൂത്തായിട്ട് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെ നമുക്ക് ഫ്രിക്ഷൻ കുറയ്ക്കാം? ചോദിക്കുകയോ പരീക്ഷയ്ക്ക്. എങ്ങനെ ഫ്രിക്ഷൻ കുറയ്ക്കാം? അപ്പോൾ നിങ്ങൾ പറയണം ഓയിൽ ഇട്ട് കൊടുക്കുക, ഗ്രീസ് ഇട്ട് കൊടുക്കുക. ഗ്രാഫൈറ്റ് ലൂബ്രിക്കൻ്റ് സോൾഡ് ആണ്. ചില മെഷീൻ പാർട്ടുകൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ മോട്ടോർ ഉണ്ടല്ലോ, നിങ്ങളുടെ കളിക്കുന്ന കളിപ്പാട്ടത്തിനകത്തൊക്കെ മോട്ടോറുണ്ട്, അതിനകത്തൊക്കെ എന്തുണ്ട്? അവിടെയും ലൂബ്രിക്കൻ്റ് ഉണ്ടല്ലേ, കാരണം നടക്കുന്ന ഷാഫ്റ്റ് ഇരുന്ന് കറങ്ങുകയല്ലേ. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗ്രാഫൈറ്റ് പോലെയുള്ള വസ്തുക്കൾ. നിങ്ങൾ പൊട്ടിച്ച് നോക്കിയാൽ ഗ്രാഫൈറ്റ് ബ്രഷ് എന്നൊക്കെ പറയും. വേണ്ട, അത്രയും നോക്കണ്ട, ഇത്രയും നോക്കിയാൽ. അല്ലെങ്കിൽ ബോൾ ബിയറിംഗ്. എന്താണ് ബോൾ ബിയറിംഗ്? അപ്പോൾ ഈ സാധനങ്ങളെല്ലാത്തിനും കൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് പറയും? ലൂബ്രിക്കൻ്റ് എന്ന് പറയും. എന്ത് പറയും? ലൂബ്രിക്കൻ്റ് എന്ന് പറയും. മറ്റൊരു സാധനമാണ് ബോൾ ബിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് മറ്റൊരു സംഭവം കൂടി ഉണ്ട്. ഇവിടെ ഒരു വിമാനം കണ്ടോ, ഇവിടെ ഒരു കപ്പൽ കണ്ടോ, വള്ളം കണ്ടോ, രണ്ടിൻ്റെയും ഷേപ്പ് നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പല്ലേ കാണുന്നത് അല്ലേ. അപ്പോൾ എന്താ ഗുണം? കാറ്റുമായി ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ഇങ്ങനെ സ്മൂത്താക്കി പറഞ്ഞു വിടണം. കാറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ സ്മൂത്താക്കി പറഞ്ഞു വിടണം. നിങ്ങൾ ലംബോർഗിനി കാറൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ ലംബോർഗിനി പോലത്തെ കാറിനകത്തൊക്കെ നമ്മൾ നോക്കി ഇതുപോലത്തെ ഷാർപ്പായിട്ടുള്ള ഷേപ്പാണ് ഉള്ളത്. എന്തുകൊണ്ടാണ്? ഈ കാറ്റിൽ വേഗത്തിൽ പോകുമ്പോൾ ഈ കാറ്റ് വന്ന് തട്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും? വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ടാകും. അത് കാരണം ഫ്രിക്ഷനിലൂടെ അവിടെ ഹീറ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രത്യേക ഷേപ്പിൽ ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് സ്ട്രീം ലൈനിങ്. ഇങ്ങനെ കാറ്റ് തട്ടാതെ ഇങ്ങനെ പോകണം, ഇങ്ങനെ തട്ടാതെ പ്രശ്നം ഉണ്ടാക്കാതെ പോകണം. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ദ മെത്തേഡ് ഓഫ് റെഡ്യൂസിങ് ഫ്രിക്ഷൻ ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് ഈസ് കോൾഡ് സ്ട്രീം ലൈൻ. ഓക്കെ, സ്ട്രീം ലൈനിങ് നമ്മൾ എന്തിനു ഉപയോഗിക്കും? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കും. എയറോപ്ലെയിനിൻ്റെയും ബോട്ടിൻ്റെയും ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഒറ്റ വാക്കി ചോദിക്കും ഫ്രിക്ഷൻ എങ്ങനെ കുറയ്ക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 100% ഇത് ചോദിക്കും. ലൂബ്രിക്കൻ്റ് ഉപയോഗിച്ച് കുറയ്ക്കാം,
റോളിംഗ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള ബോൾ ബെയറിംഗ് വെച്ച് കുറയ്ക്കാം, സ്ട്രീം ലൈനിങ് വെച്ച് കുറയ്ക്കാം, അതുപോലെ സ്മൂത്ത് സർഫസ് ഉപയോഗിച്ച് നമുക്ക് കുറയ്ക്കാം. അപ്പോൾ ഫ്രിക്ഷൻ കുറയ്ക്കാൻ 4 മെത്തേഡ് ഞാനിവിടെ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. ഒന്നെന്താണ്, ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുക. 2, റോളിംഗ് ഒബ്ജക്റ്റുകളായിട്ടുള്ള ബോൾ ബെയറിങ്സ് ഉപയോഗിക്കുക. സ്ട്രീം ലൈനിങ് അതിൻ്റെ ഷേപ്പിനെ അറേഞ്ച് ചെയ്യുക. പിന്നെ മാക്സിമം സ്മൂത്ത് ആക്കി വയ്ക്കുക. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. സിമ്പിൾ ചാപ്റ്റർ അല്ലേ, എന്തെങ്കിലും ഇവിടെ കാണാതെ പഠിച്ച് വയ്ക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത്രയും പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനോഹരമായ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നോട്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.